അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി 32-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മാനസാന്തരപ്പെടുന്നൊരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷമുണ്ടാകുമെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് പറഞ്ഞത് മാനസാന്തരപ്പെടുന്ന വ്യക്തികൾക്ക് പാപമോചനം കൊടുക്കുവാൻ അധികാരമുള്ളവനും മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ക്രൂശിക്കപ്പെട്ടവനും മനുഷ്യവർഗത്തെ ന്യായം വിധിക്കുവാൻ അധികാരമുള്ളവനുമാണ് എന്ന് നാം ഓർക്കണം. ആ അധികാരി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ നാം അനുസരിക്കേണ്ട പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. നാം അത് അനുസരിക്കാതിരുന്നാൽ അതിനെ പാപമായി ദൈവം കണക്കാക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യരുതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും ബൈബിളിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാം അത് ചെയ്താൽ ദൈവം അത് പാപമായി കണക്കാക്കും. വിഗ്രഹമുണ്ടാക്കരുത്. ആണിൻ്റെയോ പെണ്ണിൻ്റെയോ രൂപം, ഫോട്ടോ, വിഗ്രഹം എന്നിവ ഉണ്ടാക്കരുത്. ആണിൻ്റെയും പെണ്ണിൻ്റെയും രൂപത്തെയോ ഫോട്ടോയെയോ വിഗ്രഹത്തെയോ നോക്കി ആരാധിക്കരുത്. അതിനെ ബഹുമാനിക്കരുത്. ദൈവത്തിൻ്റെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടാക്കരുത്. അതിനെ ആരാധിക്കരുത്, ബഹുമാനിക്കരുത്. ബൈബിൾ ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം അതനുസരിച്ചില്ലെങ്കിൽ ദൈവം അത് പാപമായി കണക്കാക്കും. അതുപോലെ തന്നെ നുണ പറയുവാൻ പാടില്ല. കാരണം പിശാച് നുണ പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു. അതുപോലെ തന്നെ സഹോദരൻ്റെ ഹൃദയത്തിൽ നിന്ദിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്. അരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്താൽ നിശ്ചയമായും അത് ദൈവസന്നിധിയിൽ വലിയ പാപമാണ്. കാരണം ദൈവം അതെല്ലാം വെറുക്കുന്നു. പാപങ്ങളുടെ പട്ടികയിലുള്ള കാര്യങ്ങൾ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം മുങ്ങിയാൽ പരിശുദ്ധാത്മാവിനെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരും. ആ യേശുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ അടുക്കലോളം പെരുവെള്ളത്തിനെത്തുവാൻ കഴിയുകയില്ല എന്നാണ് 32-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം 1-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് NIV ഇംഗ്ലീഷ് വേർഷനിൽ ദൈവം തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് സംരക്ഷണം തരും എന്ന് ഉറപ്പ് തന്നിരിക്കുന്നു. ഗോഡ് വാച്ചസ് ഓവർ ദ വേ ഓഫ് റൈച്ചസ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സദൃശവാക്യങ്ങളിൽ അതിന് 2-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ ദൈവം സൂക്ഷിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപക്ഷമ ലഭിക്കുന്ന വ്യക്തികൾ അഥവാ ദൈവകൽപ്പന അനുസരിക്കുന്ന വ്യക്തികൾ മരിക്കുകയില്ല എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. പിന്നെയോ ഭക്തൻ ജീവിക്കേണ്ടതുപോലെ ദൈവഭയത്തോടെ ജീവിച്ചാൽ ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കാം എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവമില്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ ദൈവം ആ വ്യക്തിക്കും ഒരു മകനെ ദാനമായി കൊടുത്തു. അയാൾ അവനെ വളർത്തി വലുതാക്കി. എന്നാൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ താൻ തൻ്റെ നിരീശ്വരവാദം മകനെ പഠിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും നിരീശ്വരവാദികളായി. വർഷങ്ങൾ പലത് കടന്നുപോയി. ഇപ്പോൾ അപ്പൻ മരിക്കുവാൻ കിടക്കുകയാണ്. നിലവിളി ശബ്ദം അവരുടെ വീട് വിട്ട് ദൂരെ കേൾക്കുമായിരുന്നു. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് എന്ത് പ്രത്യാശയാണ് ഉള്ളത്? അപ്പൻ്റെ നിലവിളി കേട്ടപ്പോൾ മകൻ പറഞ്ഞു, ധൈര്യമായിരിക്കപ്പ, എന്ത് വന്നാലും നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്ക് അപ്പ. മകൻ്റെ ആ ഉപദേശത്തിൻ്റെ നിരീശ്വരവാദത്തിൽ തൻ്റെ ഗുരുനാഥൻ ആയ അപ്പൻ പറഞ്ഞത്, മകനെ, അന്ധകാരമല്ലാതെ ഒരു കച്ചു തുരുമ്പ് പോലും ഞാൻ കാണുന്നില്ല എന്നാണ്. മരണം നിശ്ചയമാണ്. പാപക്ഷമ ലഭിച്ചവർക്കും നിരീശ്വരവാദികൾക്കും ഒരുപോലെ മരണമുണ്ടാകും. എന്നാൽ മരണത്തിന് ശേഷമുള്ള ന്യായവിധിയിൽ ദൈവത്തോടു കൂടെ ജീവിച്ച് ആശ്വസിക്കുവാൻ പാപക്ഷമ ലഭിച്ചവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ പാപക്ഷമ ലഭിക്കാത്ത വ്യക്തികൾക്കും ദൈവാത്മാവിനെ നിന്ദിക്കുന്നവർക്കും ദൈവമില്ല എന്ന് വാദിക്കുന്നവർക്കും ഒരുക്കി വച്ചിരിക്കുന്ന നരകത്തിലെ തീ ഒരു നാളും കെടുകയില്ല.
നരകത്തിലെ പുഴു ഒരു നാളും ചാവുകയില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും എന്നാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. തീയും ഗന്ധകവും കത്തുന്ന അഗ്നിനരകത്തിൽ നിന്നും നാം രക്ഷപ്പെടുമല്ലോ എന്ന സന്തോഷമാണ് ദൂതന്മാർക്ക് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. നാം നമ്മുടെ പാപം ഏറ്റുപറയാതെ മറച്ചു വെച്ചാൽ കൂടുതൽ കൂടുതൽ പാപത്തിലേക്ക് നാം വീഴുന്നു. ആകയാൽ ചെറിയ തെറ്റുകളും വലിയ തെറ്റുകളും അപ്പോഴപ്പോൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിക്കുകയാണ്. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ് എന്ന് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തും പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണത്തിന് ശേഷമുള്ള ന്യായവിധി ഭയങ്കരമാണ്. തെറ്റുകൾ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ യേശു നമുക്ക് പാപമോചനം തരും. പാപമോചനം ലഭിക്കുമ്പോൾ അതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സംരക്ഷണവും ഭൗതിക നന്മകളും നമ്മിൽ വന്നു ചേരുന്നു. ദൈവത്തിൻ്റെ സകല നന്മകളും കരുണകളും നമ്മെ പിന്തുടരും. എന്നാൽ നാം പാപം ചെയ്ത് ലോകമോഹങ്ങൾക്കൊത്ത് ജീവിച്ചാൽ ദൈവവചനം അനുസരിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഈ സമയത്ത് ദൈവത്തിൻ്റെ പ്രതിയോഗി നമ്മെ പിന്തുടരുകയും നമ്മെ നാശത്തിൽ തള്ളിയിടുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. യഹോവയുടെ നാമം ഉറപ്പുള്ള ഗോപുരമാണ്. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപക്ഷമ ലഭിച്ച നീതിമാന്മാർ ഓടിച്ചെന്ന് അതിൽ അഭയം പ്രാപിക്കും. യഹോവയുടെ നാമമായ ഗോപുരത്തിൽ അഭയം പ്രാപിക്കുന്നവരെ തൊടുവാൻ പോലും എത്ര വലിയ പെരുവെള്ളത്തിനും കഴിയുകയില്ല. നോഹയുടെ ജലപ്രളയത്തിൽ നീതിമാനായ നോഹയെ തൊടുവാൻ പോലും ജലപ്രളയത്തിന് കഴിഞ്ഞില്ല. പ്രളയജലത്തിന് ആകെ കഴിഞ്ഞത് നോഹയെ ജനം മാനിക്കത്തക്കവണ്ണം താൻ പണിത പെട്ടകത്തെ ആകാശത്തോളം ഉയർത്തുവാൻ മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഒരു കഷ്ടതയും നമ്മെ തകർക്കുകയില്ല, ഒരു ബാധയും നമ്മുടെ കൂടാരത്തോട് അടുക്കുകയില്ല. കാരണം നാം സ്ട്രോങ് ടവറിൽ ആണ് ജീവിക്കുന്നത്, ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത്, പാപം ചെയ്യാതെയാണ് നാം ജീവിക്കുന്നത്. അപ്രകാരം പാപം ചെയ്യാതെ ജീവിക്കുന്നവർക്കുള്ള സംരക്ഷണമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടി നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ആകയാൽ നമുക്ക് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സംരക്ഷണമുള്ള പാതയിൽ കൂടി യാത്ര ചെയ്യാം. അപ്രകാരം കർത്താവിൻ്റെ സംരക്ഷണമുള്ള പാതയിൽ കൂടി യാത്ര ചെയ്യുവാൻ ദൈവകൽപ്പനകൾ നമുക്ക് അനുസരിക്കാം, നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക കൃപ അവർക്ക് കൊടുക്കുകയാണമേ. അവരെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുകയാണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കുകയാണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.